പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച കേസിൽ MS സൊല്യൂഷൻ CEO ഷുഹൈബ് ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുന്നിൽ ഹാജരായില്ല. ഇന്ന് 11 മണിക്ക് ഹാജരാവാനായിരുന്നു ഷുഹൈബിന് അന്വേഷണ സംഘം നോട്ടീസ് നൽകിയത്. ഇതോടെ ഷുഹൈബിനെ കസ്റ്റഡിയിലെടുക്കാൻ ക്രൈംബ്രാഞ്ച് നടപടി ആരംഭിച്ചു. MS സൊല്യൂഷൻസിലെ അധ്യാപകരും ഇന്ന് ഹാജരായില്ല. അതേസമയം ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് 31ലേക്ക് മാറ്റി. ദീപക് മലയമ്മ നമുക്കൊപ്പം. ദീപക് മലയമ്മ, മുൻകൂർ ജാമ്യം കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഹാജരാകാതിരുന്നതാണോ? ഷുഹൈബ് നാടുവിട്ടോ? സുജയ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ തന്നെ ഷുഹൈബിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം എന്നുള്ള അവകാശവാദത്തിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം എത്തിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ തന്നെ ഷുഹൈബ് ഒളിവിലേക്ക് പോവുകയും മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുകയും ചെയ്തു. ജില്ലാ കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ വടകര കോടതിയാണ് പരിഗണിച്ചത്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ 31-ാം തീയതിയിലേക്ക് ഈ കേസ് പരിഗണിക്കുന്നതിന് വേണ്ടി വീണ്ടും മാറ്റുകയും ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകേണ്ടതില്ല എന്നുള്ള നിലപാട് ഷുഹൈബ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ ശേഖരിച്ച ശേഷം ഷുഹൈബിനെ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കങ്ങളിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം കടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തത്. നേരത്തെ തന്നെ ഈ MS സൊല്യൂഷൻസിൽ അധ്യാപനം നടത്തുന്ന അധ്യാപകരെ ഇത്തരത്തിൽ ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകി ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരും ഇന്ന് ഹാജരായിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള അറസ്റ്റ് നടപടികൾ ഉൾപ്പെടെ ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക കൂടി കണക്കെടുത്തുകൊണ്ടായിരിക്കണം ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെയെങ്കിൽ ഇനിയിപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം നടത്തുന്ന നീക്കങ്ങളായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി വരികയും ചെയ്യുക.